ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. എ പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഇപ്പോൾ പത്മകുമാർ റിമാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന പുതിയ വിവരങ്ങൾ? ശ്രീനിധി, ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഇത് 6ാമത്തെ അറസ്റ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് എ പത്മകുമാറിന്റേത് എന്ന് പറയേണ്ടി വരും. ഈ 2019 ഈ സ്വർണ്ണമോഷണം, അതായത് ഈ കട്ടിളപ്പാളിയിലെ സ്വർണം മാറ്റി അത് സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി അത് മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് നേരത്തെ എ പത്മകുമാറിനെ പ്രതി ചേർത്തിരുന്നില്ല. പത്മകുമാർ നേതൃത്വത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡിനെയാണ് 8ാം പ്രതിയാക്കിയത്. അതിന്റെ ഭാഗമായാണ് പത്മകുമാറിനെ രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. 5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഏതാണ്ട് 3:30 ശേഷമാണ് പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതായാലും നിർണായകമായ ചില മൊഴികൾ നേരത്തെ തന്നെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ 2ഉം 3ഉം പ്രതികളായ യഥാക്രമം മുരാരി ബാബു, അതുപോലെ തന്നെ എൻ വാസു എന്നീ പ്രതികളിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. ഏതായാലും 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിനുശേഷം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കി. പിന്നീടാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഈ പ്രതിയെ പത്മകുമാറിനെ ഹാജരാക്കിയിട്ടുള്ളത്. അതിനുശേഷം 14 ദിവസത്തേക്ക് പത്മകുമാറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ്, അതായത് റിമാൻഡ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ പത്മകുമാറിനെ കൊണ്ടുവരികയാണ്. പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലാണ് പത്മകുമാറിനെ പാർപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ ഡിസംബർ 3-ന് വീണ്ടും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയതിനു ശേഷം ഒരു ഇടക്കാല റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കമായി വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് എ പത്മകുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതായാലും 14 ദിവസത്തെ റിമാൻഡാണ് നിലവിൽ പ്രത്യേക വിജിലൻസ് കോടതി ഇപ്പോൾ പത്മകുമാറിന്റെ ഭാഗമായി ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്.